ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കറിവേപ്പ് ചെടിയിൽ നിറച്ച് ഇലകൾ ഉണ്ടാകുവാനുള്ള കുറച്ച് ടിപ്സുകളാണ് പറയാൻ പോകുന്നത്. വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്പർ 1 വളപ്രയോഗമാണ്. ജൈവവളങ്ങൾ, ചാണകപ്പൊടി, കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. ഇത് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുകയും ചെടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. രാസവളങ്ങൾ, NPK വളങ്ങൾ പാക്കറ്റിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഉപയോഗിക്കാം. എന്നാൽ ജൈവവളങ്ങളെ അപേക്ഷിച്ച് രാസവളങ്ങൾ അധികം ഉപയോഗിക്കുന്നത് മണ്ണിനെ ദോഷകരമായി ബാധിക്കും. വീട്ടിലുള്ള വസ്തുക്കൾ, ചായയില, അരിവെള്ളം, മുട്ടത്തോട് എന്നിവ ചെടിയുടെ ചുവട്ടിൽ ഇടുന്നത് വളരെ നല്ലതാണ്. ഇത് ചെടിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നു. നമ്പർ 2 നനച്ചു കൊടുക്കലാണ്. മണ്ണ് നനയാൻ മതിയായ വെള്ളം നൽകുക എന്നുള്ളതാണ്. എന്നാൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കുകയും അരുത്. വേനൽക്കാലത്ത് നനയ്ക്കുന്നത് കൂട്ടിക്കൊടുക്കണം. നമ്പർ 3 പ്രൂണിംഗ് ആണ്. ഉണങ്ങിയ ശിഖരങ്ങളും ഇലകളും നീക്കം ചെയ്യുക. ഇത് ചെടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും. നമ്പർ 4 കീടനാശിനി പ്രയോഗമാണ്. ചെടിയിൽ കീടങ്ങളുടെ ആക്രമണം ഉണ്ടെങ്കിൽ ജൈവ കീടനാശിനികൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുക. വേപ്പെണ്ണ, വേപ്പിൻ കുരുസത്ത് എന്നിവ നല്ലൊരു ഓർഗാനിക് പരിഹാരമാണ്. നമ്പർ 5 മണ്ണ് മാറ്റി കൊടുക്കുക എന്നതാണ്. ചെടി നട്ടിരിക്കുന്ന ചട്ടിയിലെ മണ്ണ് മാറ്റി പുതിയ മണ്ണ് നിറച്ചു കൊടുക്കണം. നമ്പർ 6 വെയിൽ പ്രകാശമാണ്. കറിവേപ്പ് ചെടിക്ക് നല്ല വെയിൽ പ്രകാശം ആവശ്യമാണ്. അതിനാൽ ചെടിക്ക് നേരിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റിവെക്കണം. നമ്പർ 7 മണ്ണിൻ്റെ തരമാണ്. നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് കറിവേപ്പിന് അനുയോജ്യം. നമ്പർ 8 ചട്ടിയുടെ വലിപ്പമാണ്. ചെടി വളരുംതോറും വലിയ ചട്ടിയിലേക്ക് നമ്മൾ മാറ്റിക്കൊടുക്കണം. നമ്പർ 9 വായുസഞ്ചാരം. ചെടിക്ക് നല്ല വായുസഞ്ചാരം ലഭിക്കുന്ന സ്ഥലത്തേക്ക് വയ്ക്കുക. കറിവേപ്പ് ചെടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് ഈ നിർദ്ദേശങ്ങൾ പാലിക്കുക. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കറിവേപ്പ് മരത്തിൽ ധാരാളം ഇലകൾ ഉണ്ടാകാൻ സഹായിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.